ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കത്തിത്തി കിളിക്കൂട്ടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ ഹരീഷും സുധീഷും കൂടെ നിധിക്കുള്ള വണ്ടി വാങ്ങാൻ വേണ്ടി പോയതാണല്ലേ. നേരെ പോകുന്നത് ഹരീഷിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ വിചാരിച്ചത് ഹരീഷിൻ്റെ ഷോപ്പിൽ വണ്ടി ഉണ്ടെന്നാണ്. പക്ഷെ വണ്ടി അവിടെ എത്തിയിട്ടില്ല, അതിൻ്റെ ഓണർ കൊണ്ട് തന്നിട്ട് വേണം. അപ്പോൾ എന്തായാലും ഹരീഷ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷോപ്പിലെത്തി കട തുറക്കാൻ വേണ്ടിയിട്ട് ഹരീഷ് നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇനി കട തുറക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ വണ്ടിയൊന്നും ഇല്ലല്ലോ എന്ന്. എന്തായാലും വണ്ടി വന്നു കഴിഞ്ഞാൽ വില പേശേണ്ടി വരുമല്ലോ, അത് പുറത്തു നിന്നാവേണ്ട ഉള്ളിലിരുത്തി തന്നെ ആവാം, അതുകൊണ്ടാണ് ഷട്ടർ പൊന്തിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കുളിക്കാതെ ഇവിടെ വന്ന് കട തുറക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പം സുധീഷ് ആണെങ്കിൽ ഹരീഷിനെ കുളിക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല, നേരം വൈകുമെന്ന് പറഞ്ഞിട്ട് ഹരീഷിനോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നിനെ തുടക്കം കുറിക്കുക, അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഷട്ടറൊക്കെ പൊന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ വന്നിട്ടുണ്ട്. അയാൾ വന്നിട്ട് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അയാളുടെ വണ്ടിയല്ല, മകളുടെ വണ്ടിയാണ്. മകളിപ്പോൾ കല്യാണം കഴിച്ചു പോയി. അപ്പോൾ അവൾ ജോലിക്ക് പോകുമ്പോൾ ഓടിച്ചിരുന്ന വണ്ടിയാണെന്ന് പറയുന്നുണ്ട്. അധികമൊന്നും ഓടിച്ചിട്ടില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും സുധീഷ് ചെറുതായിട്ട് ആ വണ്ടിയെ ഒന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കണ്ണാടിയൊക്കെ ഇളകി കളിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അയാളുടെ അടുത്ത് നിന്നല്ല പറയുന്നത്, അയാൾക്കൊരു കോൾ വന്നപ്പോൾ അയാൾ പോയി. അപ്പോൾ എന്തായാലും ഹരീഷിൻ്റെ അടുത്ത് ചെറുതായിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഈ വണ്ടി എന്താണ്, നീയല്ലേ പറഞ്ഞത് നല്ല കണ്ടീഷനാണെന്ന്. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, ഞാൻ എപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കണ്ട, ഇത് ഞാൻ ആർക്കെങ്കിലും പുറത്തേക്ക് വിറ്റോളാം എന്ന് പറയുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ സംഭവം വേണതാനും, എന്നാലും ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പുതിയ വണ്ടിയല്ലല്ലോ, അപ്പം അതിൻ്റെതായ സെക്കൻഡ് ഹാൻഡ് വണ്ടീൻ്റെ പ്രശ്നങ്ങളൊക്കെ ആ വണ്ടിക്കും ഉണ്ട്. എന്നാലും നിധിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നല്ലത് തന്നെ ആയിക്കോട്ടെ എന്നുണ്ട്. പക്ഷേ കാശിൻ്റെ കുറവ് കാരണം അവനിപ്പോൾ പുതിയതൊന്നും വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പം എന്തായാലും ഇത് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ വന്ന് ഇങ്ങനെ വണ്ടി ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ വണ്ടിയൊന്നും കുഴപ്പമില്ല, ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാശിൻ്റെ കാര്യം പറയുമ്പോൾ 30,000 രൂപയാണ് ഇതിൻ്റെ ഓണർ പറയുന്നത്. സുധീഷ് ആണെങ്കിൽ അത് കുറച്ച് കൂടുതലാണ്, അത്രയൊക്കെയൊന്നും ഉള്ളതില്ല, കുറച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് വില പേശുന്നുണ്ട്. അപ്പോൾ ഹരീഷിനെ ആലോചിച്ചിട്ട് ഒരു 5,000 രൂപ കുറയ്ക്കാമെന്ന് പറയുന്നുണ്ട്. കാരണം ഹരീഷിനെ അറിയുന്ന ആളാണല്ലോ. അപ്പോൾ അങ്ങനെ സുധീഷ് അതും പറ്റില്ല എന്നുള്ള ലെവലിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. 25,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ അതും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാളൊരു ലാസ്റ്റ് സംഖ്യ ആയിട്ടാണ് അത് പറയുന്നത്. എന്നാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹരീഷിനെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എടാ, അതിനൊന്നും വർത്താവില്ല, ആ പൈസയ്ക്കൊന്നും അത് വರ್ತല്ല, അത്ര പൈസ ഒന്നും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, അത്രയ്ക്കൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ വാങ്ങിക്കേണ്ട, അത് വേറെ ആർക്കെങ്കിലും വിൽക്കുക, എന്തായാലും സംഭവം ലാഭമുള്ള പരിപാടി തന്നെയാണ്, ആ പൈസയ്ക്ക് അത് കിട്ടിയത് ലാഭമാണെന്ന് തന്നെയാണ് ഹരീഷ് പറയുന്നത്. അവസാനം എന്തായാലും അത് വാങ്ങിക്കാൻ തന്നെ സുധീഷ് തീരുമാനിക്കും. പക്ഷേ കാശിൻ്റെ കാര്യമാണ്, എന്തായാലും അത്രയും കാശൊന്നും സുധീഷിൻ്റെ കയ്യിൽ ഇപ്പോൾ മുഴുവനായിട്ട് എടുക്കാനില്ലെന്ന് അവൻ പറയുന്നുണ്ട്. നീ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹരീഷിനെ വലിച്ചുകൊണ്ട് പോവുക കേട്ടോ. അങ്ങനെ അയാളുടെ മുന്നിൽ ചെറിയൊരു ഡ്രാമ ഒക്കെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ 10,000 രൂപ തരാം, ബാക്കി പൈസ ഞാൻ പിന്നീട് തരാം എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, 10,000 രൂപയോ ബാക്കി പൈസ എനിക്ക് എപ്പം കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാളുടെ കയ്യിൽ 10,000 രൂപ പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അയാളുടെ എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ശേഷം അയാൾ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് മുഴുവൻ കാശ് കിട്ടുന്നത് അപ്പം വണ്ടി കൊണ്ടുപോകാമെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. സുധീഷിനാണെങ്കിൽ വണ്ടി ഇപ്പം തന്നെ കിട്ടണം, അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് 10,000 കൊടുത്തത്. പക്ഷേ അയാൾക്കത് പറ്റില്ല, മുഴുവൻ കാശ് തന്നാലേ വണ്ടി തരുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഹരീഷിനെ ഒന്ന് നടുവിൽ പിടിച്ചിട്ടിട്ട് ഹരീഷ് മുഖാന്തരം ചെറിയൊരു ഡ്രാമ കളിക്കുന്നുണ്ട്. ഹരീഷിനെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, എന്നും അവനെ ഷോപ്പിൽ വെച്ച് കാണുന്നതല്ലേ, പിന്നെ എങ്ങനെയാണ് ഞാൻ പറ്റിക്കുക, എന്തായാലും പൈസ ഞാൻ തരും, ഇപ്പോൾ നിങ്ങൾ വണ്ടി തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷ് ആണെങ്കിൽ എടാ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവനൊരു പേടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ സുധീഷ് ആണെങ്കിൽ നീ പറയടാ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഹരീഷ് പറഞ്ഞാൽ സമ്മതിക്കുന്നു വിചാരിച്ചിട്ട്. പക്ഷെ അയാളാണെന്നുണ്ടെങ്കിൽ വലുതായിട്ട് അങ്ങോട്ട് സുധീഷിനെ വിശ്വസിക്കുന്നില്ല എന്നല്ല, അയാൾക്ക് മുഴുവൻ കാശും ഇപ്പം കിട്ടണം, എന്നാൽ വണ്ടി കൊടുക്കുക, 10,000 വെച്ചിട്ടൊന്നും വണ്ടി കൊടുത്താൽ ശരിയാവില്ല എന്നാണ് അയാളുടെ മൈൻഡ് സെറ്റ് പറയുന്നത്. എന്തായാലും സുധീഷ് ആണെങ്കിൽ ചെറുതായിട്ട് ഒരു സോപ്പിടലൊക്കെ അവിടെ നടത്തുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ അത്രയും ആഗ്രഹിച്ചതാണ്, അവൾക്ക് ഞാൻ ഇന്ന് വണ്ടി കൊണ്ടുതരാമെന്ന് പറഞ്ഞതുമാണ്, നിങ്ങൾ നിങ്ങളെ മകൾക്ക് എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഇത് വാങ്ങിച്ചു കൊടുത്തത്, അതുപോലെ തന്നെയല്ലേ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാങ്ങി കൊടുക്കുന്നത്, ആ ഒരു സന്തോഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അയാൾ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ മുഴുവൻ കാശും കയ്യിൽ കിട്ടിയിട്ട് ഭാര്യയോട് പറഞ്ഞാൽ പോരായിരുന്നു, ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാനൊരു ദുർബല നിമിഷത്തിൽ ഇന്ന് പറഞ്ഞു പോയി വരുമെന്ന്, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അയാളെ സോപ്പിടുന്നുണ്ട്. കുറേ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അയാളെ സമ്മതിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതുപോലുള്ള ഡയലോഗൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഹരീഷിനെയും പിടിച്ചിട്ടിട്ടുണ്ട്, ഹരീഷിനെ കൊണ്ടും പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഹരീഷും സുധീഷിനെ വിശ്വസിച്ച് ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അയാളെ സമ്മതിച്ച് വണ്ടി സുധീഷിന് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കാനൊക്കെ സുധീഷ് ഒരു റൗണ്ടൊക്കെ അടിച്ച് വരുന്നുണ്ട്, വണ്ടി കൊള്ളാമോ കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വണ്ടി തരാമെന്ന് അയാൾ സമ്മതിച്ചു. പിന്നത്തെ പൈസ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അയാൾ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ബാക്കി
പൈസ. പക്ഷേ സുധീഷ് ആണെങ്കിൽ പറയുന്നത് എനിക്കൊരു 15 ദിവസം സമയം വേണം, അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തായാലും തരാമെന്ന് പറയുമ്പോൾ ഓണർ സമ്മതിക്കുന്നില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും വേണം എന്നൊക്കെ പറഞ്ഞ് അവസാനം കണ്ടീഷനൊക്കെ സെറ്റാക്കി അവർ വണ്ടി കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കും. സുധീഷിനെ ചെറുതായിട്ടൊന്ന് ഹരീഷിന് പേടിയുണ്ട്. സുധീഷ് ഏട്ടാ നിങ്ങൾ പൈസ കൊടുക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റാക്കടാന്ന് സുധീഷ് തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിയുമായിട്ട് അവർ വീട്ടിലേക്ക് വരികയാണ്. ഹരീഷാണ് വണ്ടി ഓടിക്കുന്നത്, ബാക്കിൽ സുധീഷ് ഇരിക്കുന്നുണ്ട്. കുറച്ച് എത്തി കഴിഞ്ഞപ്പോൾ തന്നെ സുധീഷ് പറയുന്നുണ്ട്, നീ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, അങ്ങോട്ട് കൊണ്ടുപോകണ്ട, നീയും അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇതിന്റെ സൗണ്ട് നിധി കേൾക്കില്ലേ, ഇത് നമുക്ക് ഇവിടെ വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷിനോട് ഒരു സൈഡിലേക്കൊക്കെ മാറ്റിയിടാൻ പറയുന്നുണ്ട്. അവിടെ വെക്ക് ഇവിടെ വെക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നീ സുഭാഷ് ചേട്ടനെ പോയി വിളിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ചേട്ടനും നികേഷൊക്കെ വന്ന് കാണുകയാണ്. കാണുമ്പോൾ പറയുന്നുണ്ട്, ഇത് ഞാൻ നിധിക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷ് രാവിലെ ഒന്നിനും സമ്മതിച്ചില്ല, ചായ കുടിക്കാൻ പോലും സമ്മതിച്ചില്ല. കടയിലൊരു വണ്ടി എത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും എന്തൊക്കെയോ ചടപട നടന്നു എന്നൊക്കെ സുധീഷിനെ പറ്റി ഹരീഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നികേഷ് ആണെങ്കിൽ വണ്ടിയിൽ ഇരുന്ന് നോക്കി കൊള്ളാം, ഇത് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഭാസ്കരനച്ഛൻ അതിന്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് സുധീഷിനെ കളിയാക്കുന്നുണ്ട്. എവിടുന്ന് കിട്ടി ഈ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭാര്യയെ പ്രീതിപ്പെടുത്താനായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷ് പോയിട്ട് നിധിയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നിധി റൂമിലായിരിക്കും. ഒരു സർപ്രൈസ് ഉണ്ട്, വരണം എന്ന് പറയുന്നുണ്ട്. കണ്ണടയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ നിധിയാണെങ്കിൽ എന്താ കാര്യം, എന്ത് സർപ്രൈസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സർപ്രൈസ് ആണുള്ളതെന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ നിധി കണ്ണ് ചുമ്പുന്നുണ്ട്. ഞാൻ കൈ പിടിച്ചോളാം, ഞാൻ കണ്ണ് പൊത്തിക്കോളാം എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ കണ്ണടച്ച് നടന്നോളാം, ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നിധിയെ കണ്ണടപ്പിച്ച് ഉമ്മറത്ത് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് വന്ന് നോക്കുമ്പോൾ ആ ഒരു വണ്ടിയുടെ മുകളിൽ നമ്മളെ നികേഷിന്റെ ആരുടെയോ ഒരു പുതപ്പൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നികേഷിനോട് ചോദിക്കും, ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ ഷോറൂമിലൊക്കെ കാണാറില്ലേ ഇങ്ങനെ ബാക്കിൽ നിന്ന് വലിക്കുന്നത്, അതുപോലെ ചെയ്യാന്ന് പറയുന്നുണ്ട്. അയ്യേ, അതിന് വേണ്ടിയിട്ട് ഇതാണ് ചെയ്യേണ്ടത്, ഈ ഒരു പുതപ്പ് ഇട്ടിട്ടാണോ, അയ്യോ ഇത് വേണ്ട, ഇത് ഒഴിവാക്കുന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നിധിയാണെങ്കിൽ ഞാൻ കണ്ണ് തുറക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് അയ്യോ തുറക്കില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം അവന് ഈ ഒരു പുതപ്പ് അതിന്റെ മുകളിൽ കണ്ടപ്പോൾ എന്തോ ഒരു ഷെയിമായിട്ട് തോന്നി. അപ്പൊ എന്തായാലും അതൊക്കെ വാരി വലിച്ചിടുന്നുണ്ട്. എന്നിട്ട് നിധിയോട് കണ്ണ് തുറക്കാൻ പറയുന്നുണ്ട്. അത് പറയുന്നതിന് മുമ്പ് തന്നെ നിധി കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ തന്നെ അവൾക്ക് സന്തോഷവും. പക്ഷെ അവൾക്ക് അറിയില്ല ഇത് അവൾക്കുള്ള വണ്ടിയായിരുന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് ആർക്കുള്ളതാ, നികേഷ് നിനക്കുള്ളതാണോ, സുഭാഷ് ഏട്ടനുള്ളതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എനിക്ക് എന്തിനാ വണ്ടി, എനിക്കുള്ളതൊന്നല്ല, ഇത് മോൾക്കുള്ളതാ, മോൾക്ക് വേണ്ടി സുധീഷ് വാങ്ങിച്ചതാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നിധിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമാവും. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഇത്, നീ എങ്ങനെ ബസ്സിൽ പോയിട്ടൊന്നും കഷ്ടപ്പെടേണ്ട, ഒരുപാട് സൗകര്യങ്ങളിൽ ജീവിച്ച കുട്ടിയല്ലേ, അത്രയ്ക്കൊന്നും പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ രീതിയിൽ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. നികേഷ് ആ താക്കോല് താന്ന് പറഞ്ഞിട്ട് നിധിക്ക് താക്കോല് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ താക്കോല് വാങ്ങിക്കാൻ വേണ്ടി നിധി ഒട്ടും തയ്യാറാവുന്നില്ല, എന്തോ ഒരു മടി പോലെ കാണിക്കുന്നുണ്ട്. അന്നേരം ഇവരെല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ, മോളെ വാങ്ങിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന അടുത്തൊരു സർപ്രൈസ് ആയിട്ട് വരുന്നത്, നിധിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നുള്ളത്. സുധീഷ് വിചാരിച്ചത് നിധി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ നിധിക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയും എന്നാണ്. പക്ഷെ അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നാണ് അവൾ പറയുന്നത് കേട്ടോ. അന്നേരം നികേഷ് ചോദിക്കുന്നുണ്ട്, വേണ്ട ചേച്ചി കുഴപ്പമില്ല, സൈക്കിൾ ഓടിക്കാൻ അറിയില്ല, അത് മതി എന്ന് പറയുന്നുണ്ട്. എടാ എനിക്ക് സൈക്കിൾ പോലും അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു ചാൻസ് തന്നെ സുധീഷ് എന്തായാലും നിധിയെ നന്നായിട്ട് കളിയാക്കാൻ തുടങ്ങി. അയ്യേ, സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാത്ത ആളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാവുമോ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കാൻ തുടങ്ങി കേട്ടോ. എന്തൊക്കെയായിരുന്നു ഡയലോഗ്, സ്കൂട്ടി വാങ്ങണം, കാറ് വാങ്ങിക്കണം, എന്നിട്ട് കയ്യിൽ കോഫി പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യണം. ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾക്ക് ഓടിക്കാൻ അറിയാത്തതായിട്ട് ഒരു വണ്ടി ഉണ്ടായിരിക്കില്ല എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് സുധീഷ് ഓരോന്ന് നിധിയെ കളിയാക്കാൻ തുടങ്ങി. എന്തായാലും കുഴപ്പമില്ല, ഓടിക്കാൻ ഞാൻ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഭയങ്കരമായിട്ട് ആളാവാൻ തുടങ്ങി കേട്ടോ. ഇത് കേട്ടപ്പോൾ നമ്മളെ നിധി പറയുന്നുണ്ട്, നികേഷ് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോ, നീ എന്നെ പഠിപ്പിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് സുധീഷിന് ഇട്ടിട്ട് ഒരു പണിയാണ്, കാരണം കളിയാക്കിയതിനുള്ള ഒരു പണിയായിട്ടായിരിക്കും നിധി അത് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെ നിധി നികേഷിനെയും കൂട്ടിയിട്ട് പിന്നിലിരുന്നിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. പാവം നമ്മളെ സുധീഷ് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ഹരീഷിന്റെ അടുത്തും സുഭാഷേട്ടൻ്റെ അടുത്തും പരിഭവം പറയുന്നുണ്ട്. അവരാണെങ്കിൽ പറയുന്നത് ആരെ കൂടെയായാലും പഠിച്ചാൽ പോരെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം സുധീഷ് പറയുന്നത്, ഞാൻ വിചാരിച്ചു ഞാൻ പഠിപ്പിക്കുക എന്ന ചെറിയ രീതിയിൽ റൊമാൻസ് ഒക്കെ എനിക്ക് എടുക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഡ്രൈവിംഗ് പഠിപ്പിക്കും എന്ത് റൊമാൻസ്, എന്തൊക്കെയാ സുധീഷ് ഏട്ടാ നിങ്ങൾ ഈ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചായ കുടിക്കുക, നിങ്ങളാരും ചായ കുടിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ ഹരീഷിനെയും
സുധീഷിനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വന്നിട്ടോ, കാരണം ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് വന്നതായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകുന്ന അവൻ വിചാരിച്ചില്ല. എന്തായാലും ഭാസ്കരൻ അച്ഛനൊക്കെ ഇത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയായിരുന്നു അവന്റെ ഒരു കാട്ടിക്കൂട്ടൽ എന്നുള്ള മൈൻഡിലാണ് അയാളൊക്കെ ചിരിക്കുന്നത്. എന്തായാലും നമ്മളെ നികേഷിന്റെ കൂടെ നിധി ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. നികേഷിനോട് പറയുന്നുണ്ട്, നീ ഒന്ന് ഓടിക്കടാ, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നികേഷ് ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിധി പിന്നിലിരിക്കുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നികേഷ് ഇങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും നിധിക്ക് ഭയങ്കരമായിട്ട് പേടി കാണിക്കുന്നുണ്ട്. അവൾക്ക് വണ്ടിയിൽ ഇരിക്കാൻ പേടി, ഓടിക്കാൻ പേടി, ഒക്കെ പേടിയാണ്. നമ്മളെ നികേഷ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാ ചേച്ചി പേടിക്കുന്നത്, പേടിച്ച ഒന്നും നടക്കില്ല, ഞാനില്ലേ ഇവിടെ, ഞാൻ പിന്നിലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നീ പിന്നിലിരിക്കടാ, എനിക്കൊരു ധൈര്യത്തിന് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നികേഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തുകൊണ്ട് ഏട്ടനെ കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞതെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. എന്നെയൊക്കെ സുധീഷേട്ടനെ പഠിപ്പിച്ചത്, സുധീഷേട്ടൻ നല്ലതായിട്ട് പഠിപ്പിച്ചു തരും, ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ, അതിന്റെ ആവശ്യമില്ല, കാരണം ഏട്ടൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ 1 മാസം പിടിക്കും ഞാൻ പഠിക്കാൻ. പിന്നെ അതുമല്ല, എന്നെ എല്ലാത്തിനും കളിയാക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എനിക്ക് ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യത്തിന് പോലും എന്നെ കളിയാക്കും. അപ്പൊ അതെന്റെ കോൺഫിഡൻസ് ഇല്ലാതാക്കും. അതുകൊണ്ട് നീ എന്നെ പഠിപ്പിച്ചാൽ മതി, കുറച്ച് വൈകിയാലും വേണ്ടില്ല, നീ തന്നെ എന്നെ പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അസലായിട്ട് നമ്മുടെ നികേഷ് നിധിയെ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ നിധിയെ ഡ്രൈവിംഗ് പഠിപ്പിച്ചോളാന്നാണ് നികേഷിന്റെ തീരുമാനം. അതൊക്കെ റെഡി ആവുമോ, നമ്മളെ നിധി പഠിക്കുകയോ ഇല്ലയോ, എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മളെ നിധിക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് കൊടുത്തതായിരുന്നു സുധീഷ്. അതും ഏതായാലും പൊളിഞ്ഞ്. സർപ്രൈസ് കൊടുത്തതൊന്നും പൊളിഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി സുധീഷിന്റെ മനോഭാവവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.